ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ ഞമ്മക്ക് ഇവിടെ സുഖം തന്നെയാണ്. ഇന്ന് വത്തക്കൊണ്ട് ഞാനൊരു കാര്യം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. ഈ വർഷം എന്നും വത്തക്കേൻ്റെ കഷ്ണങ്ങൾ കഴിക്കുക ചെയ്യാറ് കേട്ടോ. ഇന്ന് ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് നല്ലോണം കേട്ടോ ഒരതി ഉടച്ച് ഇളക്കി മറിച്ച് നല്ല കൂളായിട്ടുള്ള തണുത്തതായിട്ടുള്ള കോരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ജ്യൂസ് എന്നൊക്കെ പറയും കേട്ടോ, കോരി കഴിക്കാനാണ്. ഇപ്പോൾ ഇന്ന് നല്ല വെയിലും നല്ല ചൂടും നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ വത്തക്ക ആയിരിക്കും കേട്ടോ. ഭക്ഷണമൊന്നും ആർക്കും തന്നെ ഇപ്പോൾ വേണ്ടല്ലേ, കാരണം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഭക്ഷണം ആരും കഴിക്കണില്ല. എല്ലാവർക്കും കുറച്ച് ഭക്ഷണം മതി, എല്ലാവർക്കും വെള്ളം ഇങ്ങനെ ഫ്രൂട്ട്സുമാണ് വേണ്ടത്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പതിവ് പോലെ തന്നെ ഈത്തപ്പഴം വെച്ച് നോമ്പ് തുറന്നു. ഇങ്ങനെ ഐസ് ക്യൂബ് ഇട്ടിട്ട് കുറച്ച് മുന്തിരി കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് മുന്തിരി ജ്യൂസും തന്നെ നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പതിവ് പോലെയുള്ള നമ്മുടെ ചക്ക ഫ്രൂട്ടും. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്. മുന്തിരി ജ്യൂസും ഉണ്ട്, ചക്ക ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ വത്തക്ക കൊണ്ട് ഈ ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ ഇങ്ങനെ ഇന്നത്തെ നോമ്പും കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ ഈ നോമ്പൊക്കെ തുറക്കണതിൻ്റെ മുന്നേ അവിടെ മഴ പെയ്തു, നല്ല തണുപ്പായിട്ടോ. ഞാൻ നല്ലോണം തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് ജ്യൂസും ഫ്രൂട്ടൊക്കെ. അപ്പോഴത്തേനും മഴയും പെയ്തു, ഭൂമി തണുത്തിട്ടോ. അപ്പോൾ അത് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണല്ലേ മഴ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.